നമസ്കാരം. കോമ്പിനേഷണൽ സർക്യൂട്ടുകൾ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഒന്ന് പൊളിച്ചെടുക്കാൻ പോകുന്ന വിഷയം. ഈ ഡിജിറ്റൽ സർക്യൂട്ട് എന്ന് പറയുന്ന സാധനമില്ലേ, അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കാം. ടെൻഷനൊന്നും വേണ്ട, നമുക്ക് തുടങ്ങാം അല്ലേ. ഇതിലെ ഒരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നാൻഡ് നോർ എന്ന് പറയുന്ന രണ്ട് തരം ഗേറ്റുകൾ മതി. ശരിക്കും ഈ രണ്ടെണ്ണം മതിയോ? അതെ അതെ. ഡിജിറ്റൽ ലോകത്തെ മിക്കവാറും എല്ലാ പണികളും ചെയ്യാൻ ഈ രണ്ടെണ്ണം മതി. അതുകൊണ്ടാണ് ഇവയെ യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്ന് വിളിക്കുന്നത് തന്നെ. ആഹാ. ഇവയുണ്ടെങ്കിൽ പിന്നെ മറ്റേ ആൻഡ് ഓർ നോട്ട് ഗേറ്റുകളൊന്നും ശരിക്കും ആവശ്യമില്ല. ഓ, അപ്പൊ എല്ലാം ഇവന്മാരൊറ്റയ്ക്ക് ചെയ്യും. ഒരു ഓൾറൗണ്ടറെ പോലെ അല്ലേ? അതെ, ഏകദേശം അത് തന്നെ. ഒരു കത്തിവെച്ച് എല്ലാം ചെയ്യുന്ന പോലത്തെ ഒരു ഏർപ്പാട്. കൊള്ളാം. അപ്പോ ഈ യൂണിവേഴ്സൽ ഗേറ്റുകൾ മറ്റുള്ളവരുടെ പണി എങ്ങനെയായി ഏറ്റെടുക്കുന്നത് ഒന്ന് പറയാവോ? പറയാം. ഇപ്പോ ഉദാഹരണത്തിന് ഒരു നോട്ട് ലോജിക് വേണമെന്നിരിക്കട്ടെ. ഒരു നാൻഡ് ഗേറ്റ് എടുക്കുക. അതിന്റെ രണ്ട് ഇൻപുട്ടും കൂടി ഒന്നിച്ചങ്ങോട്ട് കൊടുത്താൽ മതി, നോട്ടായി. ഓക്കെ. അല്ലെങ്കിൽ ഒരു നോർ ഗേറ്റ് എടുത്തും ഇത് ചെയ്യാം. അതിന്റെ ഇൻപുട്ടുകളും ഒന്നിച്ചാക്കിയാൽ മതി. സിമ്പിൾ. അതുപോലെ തന്നെ ഈ നാൻഡ് ഗേറ്റുകൾ പല രീതിയിൽ കണക്ട് ചെയ്ത് നമുക്ക് ആൻഡ് ലോജിക് ഉണ്ടാക്കാം, പിന്നെ ഓർ ലോജിക്കും ഉണ്ടാക്കാം. നോർ ഗേറ്റുകൾ വെച്ചും ഇതുപോലെ ആൻഡും ഓറും ഒക്കെ ഉണ്ടാക്കാം. അപ്പൊ ശരിക്കും ഒറ്റ ടൈപ്പ് ഗേറ്റ് മതി എല്ലാം ചെയ്യാൻ. കൊള്ളാം. അതെ. ഇനിയിപ്പോ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നമുക്ക് എന്താണോ ഔട്ട്പുട്ട് വേണ്ടത്, ആ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധമില്ലേ, അത് കാണിക്കുന്ന ഒരു ടേബിൾ ഉണ്ടാക്കണം. അതിനാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഓരോ ഔട്ട്പുട്ടിനും ഇത് വേണം. ഓക്കെ, ട്രൂത്ത് ടേബിൾ. രണ്ടാമത്, ഈ ടേബിള് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക് സമവാക്യം, അതായത് ബൂലിയൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. കെ മാപ്പ് പോലെയുള്ള ചില ടെക്നിക്കുകളുണ്ട് അതിന്, പണി എളുപ്പമാക്കാനായത്. ഏറ്റവും കുറഞ്ഞ ഗേറ്റുകൾ മതിയല്ലോ ഇപ്പോ. ശരി ശരി. മൂന്നാമതായിട്ട്, അവസാനം ഈ കിട്ടിയ സിമ്പിൾ സമവാക്യം വെച്ച് ഒരു സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കണം. നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റുകൾ, അതായത് നാൻഡ് ഓർ നോർ വെച്ച് വരയ്ക്കണം. കൊള്ളാം. ഇത് കേട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് തോന്നുന്നു. ഇനി ചില പ്രധാനപ്പെട്ട കോമ്പിനേഷണൽ സർക്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് കൂട്ടാനുള്ള സർക്യൂട്ടാണല്ലോ, അല്ലേ? ആഡേഴ്സ്. അതെ, ആഡേഴ്സ്. അതിൽ തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് ഹാഫ് ആഡ്, അത് വളരെ സിമ്പിളാണ്. രണ്ട് ബൈനറി ബിറ്റുകൾ തമ്മിൽ കൂട്ടും. അപ്പൊ നമുക്കൊരു സം ബിറ്റും പിന്നെ ഒരു ക്യാരി ബിറ്റും കിട്ടും. അതായത് റിസൾട്ടും പിന്നെ ബാക്കി വരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും. ഓക്കെ. അടുത്തതാണ് ഫുൾ ആഡർ. ഇത് കുറച്ചുകൂടി പണിയെടുക്കും. ഇത് രണ്ട് ഇൻപുട്ട് ബിറ്റുകൾ എടുക്കും. അതോടൊപ്പം തൊട്ടു മുമ്പത്തെ കൂട്ടലിൽ നിന്ന് വല്ല ക്യാരിയും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി എടുക്കും. അതിനെ ക്യാരി ഇൻ എന്ന് പറയും. അപ്പം മൊത്തം 3 ബിറ്റുകൾ കൂട്ടും. ഓ, 3 എണ്ണം. അതെ. എന്നിട്ട് ഒരു സം ബിറ്റും കിട്ടും. അടുത്ത സ്റ്റേജിലേക്ക് കൊടുക്കാൻ ഒരു ക്യാരി ബിറ്റും ഉണ്ടാവും. ക്യാരി ഔട്ട് ഓർ കൗട്ട്? അപ്പോ ഈ ക്യാരി ഇൻ വരുന്നത് തൊട്ടു മുൻപത്തെ കൂട്ടലിൽ നിന്നാണോ? അതെ, കറക്റ്റ്. അങ്ങനെയാണത് കണക്ട് ചെയ്ത് പോകുന്നത്. ഈ ഫുൾ ആഡറുകൾ ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി അടുക്കി വെക്കും. അങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഈ വലിയ ബൈനറി നമ്പറുകൾ കൂട്ടിയെടുക്കുന്നത്. മനസ്സിലായി. ഇപ്പൊ ഒരു 4 ബിറ്റ് നമ്പർ കൂട്ടണമെന്നിരിക്കട്ടെ. അപ്പൊ 4 ഫുൾ ആഡറുകൾ വേണം. ഓക്കെ. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ഒരു സ്റ്റേജിലെ ക്യാരി അടുത്ത സ്റ്റേജിലേക്ക് എത്താൻ ഒരു ചെറിയ താമസം വരും. ശരിയാണ്. അതിനെ റിപ്പിൾ ക്യാരി ഡിലേ എന്നാ പറയാ. ഇത് മൊത്തം കണക്ക് കൂട്ടലിന്റെ സ്പീഡ് കുറയ്ക്കും. ഓ, അപ്പൊ അതിനെന്താ പരിഹാരം? അതിനൊരു സൂത്രപ്പണിയുണ്ട്. ലുക്ക് ഹെഡ് ക്യാരി ആഡേഴ്സ് എന്ന് പറയും. അത് ക്യാരി വരുന്നത് മുൻകൂട്ടി അങ്ങ് കണക്ക് കൂട്ടി വെക്കും. അപ്പോ സ്പീഡ് കൂടും. കൊള്ളാം. അടുത്തൊരു കിടിലൻ ഐറ്റം ഞാൻ കേട്ടത് ആഡർ സബ്ട്രാക്ടറാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഒരൊറ്റ സർക്യൂട്ട്. അതെ, അത് ശരിക്കും ഒരു ഫുൾ ആഡർ സർക്യൂട്ട് തന്നെയാണ്. പക്ഷേ കൂടെ കുറച്ച് എക്സ്ട്രാ ലോജിക് ഗേറ്റുകളും കാണും. ഒരു മോഡ് ബിറ്റ് എന്ന സ്വിച്ച് ഉണ്ടാവും. ആ മോഡ് ബിറ്റ് 0 ആണെങ്കിൽ സർക്യൂട്ട് സാധാരണ പോലെ അങ്ങ് കൂട്ടും. ഓക്കെ. ഇനി മോഡ് ബിറ്റ് 1 ആക്കിയാലോ? അപ്പോൾ ഒരു ചെറിയ ട്രിക്ക് നടക്കും. രണ്ടാമത്തെ നമ്പർ ഇല്ലേ, അതിനെ നേരെ എടുക്കുന്നതിന് പകരം അതിന്റെ 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഒരു സാധനം എടുക്കും. 2's കോംപ്ലിമെന്റ് അതെന്താ?
അത് ഒരു നമ്പറിനെ നെഗറ്റീവാക്കി മാറ്റുന്ന ഒരു രീതിയാണ് ബൈനറിയിൽ. എന്നിട്ട് ഈ മാറ്റിയെടുത്ത നമ്പറിനെ ആദ്യത്തെ നമ്പറിനോട് കൂട്ടും. തമാശ എന്താന്ന് വെച്ചാൽ ഈ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം ശരിക്കും ആദ്യത്തെ നമ്പറിൽ നിന്ന് രണ്ടാമത്തെ നമ്പർ കുറച്ചാൽ കിട്ടുന്ന ഉത്തരമായിരിക്കും. കൊള്ളാം, ഭയങ്കര ട്രിക്കി പരിപാടിയാണല്ലോ. അതെ, കൂട്ടത്തിൽ ഈ കണക്കുകൂട്ടിയതിൽ വല്ല പിശകും പറ്റിയോ, അതായത് ഓവർഫ്ലോ ഉണ്ടായോ എന്നും ഈ സർക്യൂട്ട് നോക്കും. അപ്പൊ കൂട്ടാനും കുറയ്ക്കാനുമൊക്കെ ഒരൊറ്റ സർക്യൂട്ടിൽ നടക്കും. ഇനി ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്യാനും മറ്റുമൊക്കെ വേറെ ആൾക്കാർ വേണ്ടേ? ഡീകോഡർ, മൾട്ടിപ്ലെക്സർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വേണം. അവയും പ്രധാനപ്പെട്ട കോമ്പിനേഷണൽ സർക്യൂട്ടുകളാണ്. നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഒന്നാമത്തേത് ഡീകോഡർ. ഇത് ഒരു ഇൻപുട്ട് കോഡ് സ്വീകരിച്ചിട്ട് ഒരുപാട് ഔട്ട്പുട്ട് ലൈനുകൾ ഉണ്ടെങ്കിൽ അതിൽ ആ കോഡിനനുസരിച്ചുള്ള ഒരെണ്ണത്തിനെ മാത്രം ആക്റ്റീവ് ആക്കും. ഓക്കെ, ഒരു അഡ്രസ് പോലെ. അതെ, കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ റാം ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കാനൊക്കെ ഇതൊരുപാട് ഉപയോഗിക്കും. റൈറ്റ്. അടുത്തതോ? അടുത്തത് മൾട്ടിപ്ലെക്സർ, അല്ലെങ്കിൽ മക്സ് എന്ന് ചുരുക്കി പറയും. ഇതിനെ ഒരു ഡാറ്റ സെലക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഇൻപുട്ട് ലൈനുകളിൽ നിന്ന് ഒരെണ്ണത്തിനെ മാത്രം തിരഞ്ഞെടുത്ത് ഒരു സിംഗിൾ ഔട്ട്പുട്ട് ലൈനിലേക്ക് വിടും. ഒരുപാട് ചാനലിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുന്ന റിമോട്ട് പോലെ. ഏകദേശം അതെ. ഒരു ലൈൻ പല കാര്യങ്ങൾക്കായി ഷെയർ ചെയ്യാൻ ഇത് വളരെ നല്ലതാണ്. ഓക്കെ, പിന്നെ എൻകോഡർ. ഇത് ഡീകോഡറിന്റെ ഏകദേശം ഓപ്പോസിറ്റ് പരിപാടിയാണ്. ഒരുപാട് ഇൻപുട്ട് ലൈനുകളിൽ ഏതാണോ ആക്റ്റീവ് ആയിട്ടുള്ളത് അതിനനുസരിച്ച് ഒരു പ്രത്യേക കോഡ് ഉണ്ടാക്കി ഔട്ട്പുട്ടിൽ തരും. ഉദാഹരണം, നമ്മുടെ കീബോർഡില്ലേ, നമ്മൾ ഒരു കീ അമർത്തുമ്പോൾ ആ കീ ഏതാണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ബൈനറി കോഡായിട്ട് മാറ്റുന്നത് ഒരു എൻകോഡറാണ്. കൊള്ളാം, എല്ലാം നല്ല യൂസ്ഫുൾ സാധനങ്ങളാണല്ലോ. ഇനിയിപ്പോ ഈ PLA, ROM എന്നൊക്കെ കേൾക്കുന്നതോ, അതെന്താണ് സംഭവം? PLA എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ ലോജിക് അറേ. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ലോജിക് ഫംഗ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന റെഡിമെയ്ഡായി ഗേറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ചിപ്പാണ്. ഓക്കെ, പ്രോഗ്രാമബിൾ. അതെ. റോം ആണെങ്കിൽ റീഡ് ഓൺലി മെമ്മറി. പേരുപോലെ തന്നെ അതിൽ എഴുതി വെച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് സാധാരണഗതിയിൽ മാറ്റാൻ പറ്റില്ല, വായിക്കാൻ മാത്രമേ പറ്റൂ. ഡീകോഡറും ഓർ ഗേറ്റുകളുമൊക്കെ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കുന്നത്. പവർ പോയാലും ഇതിലെ ഡേറ്റ മാഞ്ഞു പോകില്ല. കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളൊക്കെ സാധാരണ റോമിലാണ് വെക്കാറ്. ശരി. രണ്ട് യൂണിവേഴ്സൽ ഗേറ്റുകൾ വെച്ച് ഈ ഡിജിറ്റൽ ലോകത്തെ കൂട്ടലും കുറയ്ക്കലും ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലുമൊക്കെ എങ്ങനെ ചെയ്യുന്നുവെന്ന് നോക്കി. പിന്നെ ആഡറുകൾ, ഡീകോഡറുകൾ, മൾട്ടിപ്ലെക്സറുകൾ, എൻകോഡറുകൾ, PLA, ROM പോലുള്ള പ്രധാനപ്പെട്ട കോമ്പിനേഷണൽ സർക്യൂട്ടുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഒരു ഐഡിയ കിട്ടിയില്ലേ? കിട്ടി. വളരെ വ്യക്തമായി. ഒന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, ഫോൺ, സ്മാർട്ട് വാച്ച്, എന്തിനധികം പറയുന്നു, വീട്ടിലെ വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഇതുപോലത്തെ ആയിരക്കണക്കിന്, ചിലപ്പോൾ ലക്ഷക്കണക്കിന് സർക്യൂട്ടുകളാണ് നിർത്താതെ പണിയെടുക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ചത് അതിൻ്റെയൊക്കെ ഒരു ബേസിക് ലെവൽ മാത്രമാണ്. അതെ. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഇടാം. ഈ സർക്യൂട്ടുകളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് ലോജിക്കും കണക്കുകൂട്ടലുകളുമാണല്ലേ, വളരെ കൃത്യമായ ജോലികൾ. എന്നാൽ കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങൾ, ഒരു തീരുമാനമെടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണിച്ചിട്ട് അതിലെന്താണെന്ന് തിരിച്ചറിയുന്നത് പോലെയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഈ പരിചയപ്പെട്ട ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകളില്ലേ, ഈ ഗേറ്റുകളും ഈ സർക്യൂട്ടുകളുമൊക്കെ, ഇവയെ എങ്ങനെ കുറച്ചുകൂടി ബുദ്ധിപരമായി കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ വികസിപ്പിക്കാം എന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാമോ? അതൊരു നല്ല ചോദ്യമാണ്. തീർച്ചയായും ആലോചിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ ലോകത്തിന്റെ ഉള്ളറകളിലേക്കുള്ള നമ്മുടെ ഈ ചെറിയൊരു യാത്രയിൽ കൂടെയുണ്ടായിരുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി.